അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1395. സൂറത്ത് യൂസുഫ് 97, 98 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا يا أبانا استغفر لنا ذنوبنا إنا كنا خاطئين قال سوف أستغفر لكم ربي إنه هو الغفور الرحيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. قالوا യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ ഉപ്പ, ഇസ്തഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ ദോഷങ്ങൾക്ക് വേണ്ടി തങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. ഇന്നാ കുന്നാ ഖാത്തിഈൻ, നിശ്ചയം ഞങ്ങൾ തെറ്റു ചെയ്തവരായിരിക്കുന്നു. ഖാല, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, നിങ്ങൾക്ക് വേണ്ടി എന്റെ നാഥനോട് പിന്നീട് ഞാൻ പൊറുക്കലിനെ തേടും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു തആല വല്ലാതെ പൊറുക്കുന്നവനും അടിമകളോട് കരുണ ചെയ്യുന്നവനുമാകുന്നു എന്ന്. കഴിഞ്ഞ സൂക്തങ്ങളിൽ നമ്മൾ പറഞ്ഞത് ഓർക്കുക. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെയും വേർപിരിച്ച് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഇല്ലാതാക്കിയാൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടും എന്ന കണക്ക് കൂട്ടിയ കുരുട്ടുബുദ്ധിയുടെ ആശാന്മാർ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ തന്ത്രപരമായി ഉപ്പയിൽ നിന്ന് അകറ്റുകയും അങ്ങനെ പിന്നീട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കടുത്ത ദുഃഖവും വേർപാടിന്റെ വ്യഥയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ദാരിദ്ര്യത്തിന്റെ വല്ലാത്തൊരു സാഹചര്യത്തിൽ ഈജിപ്തിലെ ഭരണാധികാരി ഭക്ഷ്യധാന്യം വിലക്ക് വിൽക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ പണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാക്കൊല ചെയ്ത സഹോദരങ്ങൾ അവിടേക്ക് ധാന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി എത്തുകയും എന്നെ ഉപദ്രവിച്ച ഇക്കാക്കമാരാണിതാണെന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലാവുകയും യൂസുഫ് നബി അലൈഹി ഇസ്ലാം അത് പുറത്തു കാണിക്കാതെ ബിന്യാമീൻ എന്ന തന്റെ നേരെ സഹോദരനെ കൂടി അവിടേക്ക് എത്തിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തുകയും ബിന്യാമീൻ കൂടി എത്തിയപ്പോൾ ബിന്യാമീൻ അവിടെ പിടിച്ചുവെക്കാനുള്ള ചില ഹിക്മത്തുകൾ പ്രയോഗിക്കുകയും അവസാനം ഞാൻ യൂസുഫാണെന്നും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെയും നിങ്ങളെയും കുടുംബസമേതം ഇങ്ങോട്ട് ക്ഷണിക്കുകയാണെന്നും പറയുന്നിടം വരെ കാര്യങ്ങളെത്തിയപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കുപ്പായം വിട്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കാഴ്ചയുടെ മങ്ങലിന് പോലും പരിഹാരമുണ്ടാവുകയും ഈജിപ്തിലേക്ക് എല്ലാവരും ഒന്നിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരികയും ചെയ്തപ്പോൾ ഈ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾക്ക് മനസ്സിലായി, ഞങ്ങൾ ഇത്രയും കാലം യൂസുഫിനോടും ബിന്യാമീനോടും അതിലേറെ ഞങ്ങളുടെ ഉപ്പയോടും കാണിച്ചുകൊണ്ടിരുന്ന എല്ലാം അതിക്രമങ്ങളാണെന്നും ഞങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളിലെല്ലാം അബദ്ധം മാത്രമാണ് പറ്റിയിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ പാതകം ചെയ്തവരാണെന്നും അവർക്ക് ബോധ്യപ്പെട്ടു. പാതകം ചെയ്തവരാണെന്ന് ബോധ്യപ്പെട്ടാൽ മനുഷ്യൻ പലപ്പോഴും തെറ്റുകുറ്റങ്ങളിൽ ചെന്നപ്പെടും. അങ്ങനെ തെറ്റിൽ ചെന്നപ്പെട്ടയാൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം തേടുക എന്നതാണ് മഹത്വം. കുറ്റം ചെയ്തവൻ ആ കുറ്റം ഏറ്റുപറയാനും ഇനി അത്തരത്തിലുള്ള ബുദ്ധിമോശം കാണിക്കില്ല എന്ന് തീരുമാനിക്കാനും അത്തരത്തിലൊരു അരുതായ്മ തന്നിൽ നിന്ന് പറ്റിപ്പോയല്ലോ എന്ന് ആത്മാർത്ഥമായി ദുഃഖിക്കാനും റെഡിയാണെങ്കിൽ ആ കുറ്റത്തിന്റെ പേരിൽ പിന്നെയും അവനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം, അവനെ വേദനിപ്പിക്കുന്നതിന് പകരം ആ കുറ്റങ്ങൾ അവന് മാപ്പ് ചെയ്തു കൊടുത്ത് അവനെ കൂടി വിജയിച്ചവരുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തുന്ന ശൈലിയാണ് യജമാനനായ അല്ലാഹു തആല എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് 100 പേരെ കൊന്നയാൾക്ക് പോലും അല്ലാഹു തആല തൗബ സ്വീകരിച്ച സംഭവം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കുറ്റം ചെയ്ത ആളെ എങ്ങനെയെങ്കിലും പൂട്ടാനുള്ള
വഴിയന്വേഷിക്കുന്ന നാഥനല്ല നമ്മുടേത്. മറിച്ച് എത്ര വലിയ കുറ്റവാളിക്കും മനസ്സാന്തരമുണ്ടായാൽ അവനെ കൂടി സ്വീകരിച്ച് അള്ളാഹുവിന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതിലാണ് അവനെ ശിക്ഷിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് താൽപര്യവും സന്തോഷവുമുള്ളത്. അതുകൊണ്ട് തന്നെ തെറ്റു ചെയ്ത മനുഷ്യൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയും അവന്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ഇനി ആ തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് മനസ്സാന്തരത്തിന്റെ വല്ലാത്തൊരു ശൈലി ജീവിതത്തിൽ പകർത്തിയാൽ അവനെ സ്വീകരിക്കുന്ന നിലപാട് തന്നെ അള്ളാഹു സ്വീകരിക്കുന്നുള്ളൂ എന്നുമാത്രമല്ല, അത്തരം സമീപനം സ്വീകരിക്കുന്നവരോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇതെല്ലാ കാലത്തും അള്ളാഹു തആല സ്വീകരിച്ച അവന്റെ വിശാലമായ കാരുണ്യത്തിന്റെ അർത്ഥതലങ്ങളിലെ അടിമകളോട് അവൻ കാണിക്കുന്ന അനുകമ്പയുടെ, അള്ളാഹു തആല അടിമകൾക്ക് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു വല്ലാത്ത ശൈലിയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോടും യൂസുഫ് നബി അലൈഹിസ്സലാമിനോടും സഹോദരൻ ബിന്യാമീനോടും മാപ്പർഹിക്കാത്ത പാതകങ്ങൾ ചെയ്തു ഞങ്ങളെന്ന് ബോധ്യപ്പെട്ട ആ ഇക്കാക്കമാർ മനസ്സാന്തരത്തിന്റെ വല്ലാത്തൊരു ശൈലിയിലേക്ക് കടന്നുവരികയാണ്. മാനസാന്തരം അവരെ പുതിയ മനുഷ്യന്മാരാക്കി മാറ്റുകയാണ്. ചെയ്തുപോയ കുറ്റങ്ങൾ, ആ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കാനുള്ള ചിന്താഗതി അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അല്ലാതെ ആ കുറ്റങ്ങൾ വീണ്ടും ന്യായീകരിച്ച് വഷളാവാനുള്ള ഒരു നന്ദികേടിലേക്കോ അല്ലെങ്കിൽ ഒരു നിലവാര തകർച്ചയിലേക്കോ അവരെത്തുന്നില്ല. അങ്ങനെ വന്നുകൊണ്ട് അവർ പറയാണ് കാലു, അവർ പറഞ്ഞു യാ അബാന, ഞങ്ങളുടെ ഉപ്പ, ഇസ്തഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങൾക്ക് വേണ്ടി അഥവാ ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. കാരണം ഇന്നാ കുന്നാ ഖാത്തിഈൻ, ഞങ്ങൾ തെറ്റു ചെയ്തവരായിരിക്കുന്നു, അബദ്ധം ചെയ്തവരായിരിക്കുന്നു എന്ന്. അതായത് ഈജിപ്തിൽ നിന്ന് നേരത്തെ തന്നെ യഹൂദയും ആളുകളും വന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം കൊടുത്തയച്ച കുപ്പായം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മുഖത്തിടുകയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടുകയും നേരത്തെ തന്നെ ഞാൻ നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയേക്കുമെന്ന് ദീർഘദർശനം ചെയ്തില്ലായിരുന്നുവോ എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്ത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലും ഒരുപാട് നാളത്തെ ദുഃഖത്തിനു ശേഷം സന്തോഷത്തിന്റെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ സഹോദരങ്ങൾ അങ്ങോട്ട് തിരിച്ചെത്തുകയാണ്. തിരിച്ചെത്തിയ അവർ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ്. എന്താ പറയുന്നത്? ഉപ്പ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയി. നിങ്ങളോടും യൂസുഫിനോടും സഹോദരൻ ബിന്യാമീനോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾക്കൊന്ന് പുറത്തു കിട്ടാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അള്ളാഹുവിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യണം. ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. തെറ്റു ചെയ്ത മനുഷ്യൻ അവനങ്ങ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാ പോരെ. അള്ളാഹു ആണെങ്കിൽ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ ഉത്തരം തരാമെന്ന്. അള്ളാഹു എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു ശക്തിയൊന്നുമല്ല. എല്ലാവർക്കും അള്ളാഹുവിനെ സമീപിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ പടപ്പുകളിൽ നിന്ന് പടച്ചവനിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ പടച്ചവനിൽ നിന്ന് പടപ്പുകളെ അള്ളാഹുലേക്ക് ഇടയാളന്മാരാക്കുന്ന ശൈലി, ഇടത്തട്ടുകാരെ സ്വീകരിക്കുന്ന ശൈലി, അള്ളാഹുലേക്ക് ചില കെയർ ഓഫുകൾ വെക്കുന്ന സ്വഭാവം, ഇതൊന്നും ശരിയല്ല എന്ന് വാദിക്കുന്ന ചില സാധുക്കളെ നമുക്ക് ലോകത്ത് കാണാം. അത്തരക്കാരുടെ നിലപാടുകൾ ഖുർആൻ അംഗീകരിച്ചതല്ല, അംബിയാന്റെ മാർഗമല്ല, പൂർവ്വസൂരികളായ മഹത്തുക്കൾ ഈ ലോകത്ത് കാണിച്ചു തന്ന ശൈലിയല്ല. അവർക്ക് മതത്തെക്കുറിച്ചൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, എല്ലാ നബിമാരുടെയും തൗഹീദ് ഒന്നാണ്. അപ്പൊ ആ തൗഹീദിൽ തെറ്റു ചെയ്ത മനുഷ്യന്മാർ അവരുടെ ദോഷം പുറത്തു കിട്ടാൻ അവർ ഡയറക്ട്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പൊറുക്കലിനെ തേടുക എന്നതു മാത്രമല്ല വഴി. അതോടൊപ്പം തന്നെ അവരെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കെയർ ഓഫിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്ന, അവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കുക എന്ന ശൈലി അത് അങ്ങേയറ്റം ഇസ്ലാമികമാണെന്നും ഇവരുടെ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു എഫക്റ്റീവായ റൂട്ടാണതെന്നും എല്ലാ കാലത്തും ജീവിച്ച മഹാന്മാരായ അമ്പിയാക്കളും അവരുടെ സമൂഹങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുമാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽ നിന്ന്
നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ അബദ്ധങ്ങൾ മാത്രം ചെയ്ത അവർ ഈ വിഷയത്തിലും അബദ്ധം ചെയ്തിരിക്കുകയല്ല, മറിച്ച് അവർ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് ഉപ്പ ഞങ്ങൾ മഹാ അപരാധികളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ളൊരു ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം, നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം, അഥവാ ഞങ്ങളുടെ ദോഷം പുറത്തു കിട്ടാൻ നിങ്ങളൊന്ന് പൊറുക്കലിനെ തേടണം. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? കുറ്റം ചെയ്തവരല്ലേ പാപമോചനം തേടേണ്ടത്? ആ കുറ്റം ചെയ്തവർ പാപമോചനം തേടുമ്പോൾ അവരുടെ പാപമോചനം അല്ലാഹു തആല സ്വീകരിക്കാൻ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട മഹാന്മാരെ കൊണ്ടൊന്ന് റെക്കമെൻഡ് ചെയ്യിപ്പിക്കുക എന്ന ആ ഇസ്തിശ്ഫാഇന്റെ ശൈലി, അതാണ് ഇവിടെ കാണുന്നത്. അതന്നെയാണ് മങ്കൂസ് മൗലിദ് ഓതുന്ന സുന്നികൾ. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയെ കയ്യും കണക്കുമില്ലാതെ തെറ്റുകുറ്റങ്ങൾ ചെയ്തൊരു പാവിയാണ് ഞാൻ, അതുകൊണ്ട് ലക അശ്കൂ ഫീഹി, ആ തെറ്റിന്റെ വിഷയത്തിൽ തങ്ങളോട് ഞാൻ ആവലാതി പറയുകയാണ്. അഥവാ ആ തെറ്റുകളൊക്കെ യജമാനനായ റബ്ബ് എനിക്ക് പുറത്തു തരണം, അതവനെനിക്ക് പുറത്തു തരാൻ അങ്ങൊന്ന് ഇടപെടണം, തങ്ങളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. ഈ പ്രഖ്യാപനമാണ് ഓരോ മുസ്ലിമായ മനുഷ്യനും അള്ളാഹുവിന്റെ റസൂലിനോട് നടത്തുന്നത്. ഇങ്ങനൊരു ഇർതകബത്ത് ചൊല്ലിയതിന്റെ പേരിൽ കടുത്ത ശിർക്കും അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കുമായിരിക്കുന്നു ഈ മൗലിദ് ഓതുന്നവർ എന്ന് നാട്ടിൽ നീളെ ശബ്ദകോലാഹലമുണ്ടാക്കുന്ന നമ്മുടെ ഈ മതത്തിന്റെ പേരിൽ ഒരുപാട് അധികപ്പറ്റുകളും അരുതായ്മകളും പ്രസംഗിക്കുന്ന സാധുക്കളായ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അംബിയാവിന്റെ ശൈലി എന്താണ്, നബിമാരുടെ മാർഗം എന്താണ്, പൂർവസൂരികളായ മഹത്തുക്കൾ എല്ലാ കാലങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള രീതി എന്താണ് എന്നു മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ ഈ 97-ാം സൂക്തം നമുക്ക് കൃത്യമായും പാഠം നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവിടെപ്പോ ഒരു വേണമെങ്കിലും ഒരാൾക്ക് ഒരു കുരുട്ട് ചോദ്യം എങ്ങനെ ചോദിക്കാം? ഇവിടെപ്പോ എല്ലാ കുറ്റങ്ങളും ചെയ്ത യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കള് അവർ ചെയ്തതാണോ നിങ്ങൾക്ക് രേഖ എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം. നമ്മളെ രേഖ അവർ ചെയ്തതല്ല. അവർ ഈ ചെയ്ത പ്രവർത്തനത്തെ, നേരത്തെ അവർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത, അതിനെ ആക്ഷേപിച്ച യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇവിടെ ചെയ്ത ഈ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നു എന്നതാണ് നമ്മുടെ രേഖ. എന്താണ്? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് അവർ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ, ഞങ്ങളെ ദോഷം പുറത്തു കിട്ടാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം ഉപ്പ എന്ന് പറഞ്ഞപ്പോൾ, കുറ്റം ചെയ്തത് നിങ്ങളല്ലേ, അതുകൊണ്ട് പാപമോചനം തേടേണ്ടതും നിങ്ങളാണ്, എനിക്കതിലൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നതിന് പകരം സൗഫ അസ്തഗ്ഫിറു ലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുക്കലിനെ തേടും എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവരുടെ ഈ ആവശ്യത്തോട് പോസിറ്റീവായി പ്രതികരിച്ചു. അപ്പോ തെറ്റു ചെയ്ത ആളുകൾ അവരുടെ കുറ്റങ്ങൾ പുറത്തു കിട്ടാൻ അവരെക്കാൾ ഉന്നതിയിൽ നിൽക്കുന്ന, ആത്മീയമായ ഔന്നിത്യത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന മഹാന്മാരെ ആ വിഷയത്തിൽ ഇടപെടുത്തുക എന്നതും അവരെ കൊണ്ടുകൂടി പറയിപ്പിക്കുക എന്ന ഒരു ശൈലി, അത് ഇസ്ലാമികമായി എഫക്റ്റീവായ റൂട്ടാണ് എന്ന് നമുക്കിവിടെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അനുവാദത്തിൽ നിന്നും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പൊറുക്കലിനെ തേടാൻ നിങ്ങൾക്ക് വേണ്ടി എന്ന പ്രോമിസിൽ നിന്നും നമുക്ക് മനസ്സിലായി. അതാണ് നമ്മുടെ രേഖ. ഈ ഇക്കാക്കമാര് എന്ത് ചെയ്തതല്ല, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് പൊറുക്കലിനെ തേടാൻ വേണ്ടി പറഞ്ഞതല്ല. അത് പറഞ്ഞപ്പോൾ അതിന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എന്ന പ്രവാചകൻ അത് അംഗീകരിച്ചു എന്നതാണ്. അതുകൊണ്ട് പ്രവാചകന്മാർക്ക് അള്ളാഹുവിൽ നിന്ന് നമുക്കൊരു കാര്യം നേടാൻ അവർ ഈ ചോദിക്കുന്നവരെക്കാൾ ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് പറയിപ്പിക്കുക എന്ന ആ ശൈലിയെ അവർ വെറുത്തിട്ടില്ല, അവരെതിർത്തിട്ടില്ല. മറിച്ച് അവർ അതിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അതിനവർ നല്ല രൂപത്തിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കിവിടെ ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് തലച്ചോറുള്ള എല്ലാവരും, ചിന്താശേഷി നഷ്ടപ്പെടാത്ത എല്ലാവരും, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മനസ്സിന്റെ ഉള്ളിൽ കുടിപ്പക സൂക്ഷിക്കാത്ത എല്ലാവരും, നമ്മളെക്കാൾ അവർക്ക് മഹത്വമുണ്ട് എന്ന് അംഗീകരിക്കാൻ വിശാല മനസ്സുള്ള എല്ലാവരും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ നമ്മുടെ വിഷയങ്ങൾ ശരിയായി കിട്ടുന്നതിനു വേണ്ടി ഇടപെടുവിക്കുക എന്ന, അവരെ കൊണ്ടുകൂടി പറയിപ്പിക്കുക എന്ന ആ ഒരു ശൈലി അഹ്ലുസുന്ന വൽ ജമാഅ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള ആ റൂട്ട് തന്നെയാണ് അംബിയാഇന്റെ റൂട്ട് എന്ന് മനസ്സിലാക്കണം. ആ റൂട്ടിനോട് എതിർപ്പുള്ള, ആ റൂട്ട് ശരിയല്ലെന്ന് പറയുന്ന, ആ റൂട്ട് ഇസ്ലാമികമായി റോങ് ആണ് എന്ന് പറയുന്ന ആളുകൾ
അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന കപടവിശ്വാസികളുടെ നേതാവിന്റെ അതേ മനോഗതി വെച്ച് പുലർത്തുന്നവരാണെന്നും യഥാർത്ഥത്തിൽ ഞങ്ങളാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പം, ഞങ്ങൾക്ക് പടപ്പുകളായിട്ടൊന്നും ബന്ധമില്ല എന്ന് പറഞ്ഞ് നല്ല പിള്ള ചമയാൻ ശ്രമിക്കുന്നവർ അള്ളാഹുവിൽ നിന്നും അവന്റെ ഇഷ്ടദാസന്മാരിൽ നിന്നും ബഹുദൂരം അകലെയാണെന്നും ആ ഇഷ്ടദാസന്മാരുടെ മാതൃകയൊന്നും അവർക്ക് ഒരിക്കലും രേഖയായി കാണാൻ സാധിക്കില്ലെന്നും അവർക്ക് ഈ ഇഷ്ടദാസന്മാരുടെ റൂട്ട് ഒരിക്കലും അംഗീകാരം നൽകുന്നില്ലെന്നും കൃത്യമായി മനസ്സിലാക്കാൻ പ്രിയമുള്ളവരെ ഈ സംഭവം സാധിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ സാമ്പ്രദായികമായ വിശ്വാസം, ആ വിശ്വാസമാണ് ശരിയെന്ന് നമുക്കിവിടെ ഒന്നുകൂടി അരക്കിത്തുറപ്പിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കൃത്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനിലെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വരികൾക്കിടയിൽ നിന്ന് വായിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ യഥാർത്ഥ മുവഹിദുകളെയും ഏകദൈവ വിശ്വാസികളെയും ശിർക്കിന്റെ ചാപ്പകുത്തി ഒരിക്കലും ഇസ്ലാം പൊറുക്കാത്ത കടുത്ത ദുരാരോപണങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരിൽ ഉന്നയിക്കുന്നിടത്തേക്ക് അഹ്ലുസുന്നയുടെ എതിരാളികളായ ബിദഈ കക്ഷികൾ എത്തിപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായില്ലെങ്കിൽ നമ്മൾ അവരുടെ വാദഗതികൾ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ അത് ശരിയാണ്, പടപ്പുകൾ എന്തിന് നമ്മൾ ഇടയിൽ പിടിക്കണം, നമുക്ക് പടച്ചവനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ, ഒരു ഡയറക്റ്റ് അറ്റംപ്റ്റ് നടത്തിയാൽ പോരെ എന്ന് പറയുന്ന ഈ കടുത്ത മതയുക്തിവാദം അത് വാസ്തവത്തിൽ മതത്തിന്റെ നിരാകരണത്തിലേക്കാണ് ചെന്നെത്തുന്നത് എന്നും നമ്മുടെ ഈമാനികവും ഇസ്ലാമികവുമായിട്ടുള്ള എല്ലാ നന്മയും കളഞ്ഞുകുളിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരോടുള്ള നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ പകയും വിദ്വേഷവുമാണത് പ്രകടിപ്പിക്കുന്നതെന്നും വരികൾക്കിടയിലൂടെ വായിക്കാനുള്ള സന്മനസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമുക്കുണ്ടാവണം. അങ്ങനെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് മക്കൾ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ ഉപ്പ ഇസ്തഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ ദോഷങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പൊറുക്കലിനെ തേടണം. കാരണം ഇന്നാ കുന്നാ ഖാത്തിഈൻ, നിശ്ചയം ഞങ്ങൾ തെറ്റു ചെയ്തവരായിരിക്കുന്നു. നിങ്ങളോടും അതേപോലെ യൂസുഫ് നബിയോടും അതേപോലെ തന്നെ ഈ ബിന്യാമീനോടുമൊക്കെ ഞങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എന്നവർ പറഞ്ഞു. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, വഹാദൽ ഹുക്മു സാബിതുൻ ഫീമൻ ആദാ മുസ്ലിമൻ ഫീ നഫ്സിഹി ഔ മാലിഹി ഔ ഗൈരി ദാലിക വാലിമൻ ലഹു. ഒരു മുസ്ലിമായ മനുഷ്യനെ അതിക്രമത്തോടുകൂടെ കാണുകയും അതേപോലെ തന്നെ അവനേതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തവർക്കൊക്കെ ഈ സംഗതി ബാധകമാണ്. കാരണം ഫഇന്നഹു യജിബു അലൈഹി അൻ യതഹല്ലല ലഹു വയുഖ്ബിറുഹു ബിൽ മദ്ലമത്തി വഖദരിഹാ. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ വിശദീകരിക്കുന്നു, ആരോടെങ്കിലും നമ്മൾ അതിക്രമം കാണിച്ചാൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയും അതേപോലെ അവരുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ നിന്ന് നമ്മൾ മോചനം നേടുകയും ചെയ്തുകൊണ്ട് വേണം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് ഇവർ ചെയ്ത അക്രമത്തിന് ക്ഷമാപണം നടത്തുക എന്നത് ഇതിന്റെ ഭാഗമായി പരിഗണിക്കണം. പക്ഷെ അതുമാത്രമല്ലല്ലോ അവർ ഉൾക്കൊള്ളുന്നത്, അവരുടെ ചോദ്യത്തിലുള്ളത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് ചെയ്തതിന്റെ കൂടെ യൂസുഫ് നബിയോട് ചെയ്തതും ബിന്യാമീനോട് ചെയ്തതും അതിനെല്ലാം പുറത്തു കിട്ടാൻ വേണ്ടിയുള്ള പൊറുക്കലിനെ തേടലാണ് അവർ വിപുലമായ രൂപത്തിൽ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരാളോട് തെറ്റ് ചെയ്താൽ അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം എന്നതേ ഇതിലുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇസ്തിഷ്ഫായിന്റെയോ അല്ലെങ്കിൽ റെക്കമെന്റിന്റെയോ ഒന്നും ശൈലി ഇതിലില്ല എന്ന് വെറുതെ വാദിച്ച് വഷളാവാൻ എന്തായാലും ഇസ്തിഗാസ വിരോധികളും തവസ്സുലിന്റെ എതിരാളികളും മെനക്കെടണ്ട എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചത്. ഏതായാലും അങ്ങനെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് അവരവ്വിധം പറഞ്ഞപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, കാല, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞാൻ പിന്നീട് നിങ്ങളുടെ നാഥനോട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. കണ്ടോ, എന്നോട് ചെയ്ത അക്രമം ഞാൻ പൊറുത്തു തരുന്നല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ നാഥനോട് പൊറുക്കലിനെ തേടും. ഒരാളോടൊരു അബദ്ധം ചെയ്തത് അയാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക എന്ന് പറഞ്ഞാൽ ഞാനത് മാപ്പാക്കി എന്ന് പറയലാണ് അയാൾ ചെയ്യേണ്ടത്. അതേസമയത്ത് ഇവിടെ പറഞ്ഞത് യാക്കൂബ് നബി അലൈഹി സ്വലാം, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞാൻ എന്റെ നാഥനോട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. അഥവാ നിങ്ങൾ ചെയ്ത കുറ്റം അള്ളാഹു പുറത്തു തരാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പടച്ചവനോട് റെക്കമെന്റ് ചെയ്യും.
അപ്പൊ അതുകൊണ്ട് തന്നെ യാക്കൂബ് നബിയോട് പൊരുത്തപ്പെടിക്കൽ മാത്രമല്ല ഇതിലുള്ളത്, മറിച്ച് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യിപ്പിക്കൽ എന്ന ആ ഇസ്തിശ്ഫാഇന്റെ ശൈലി കൃത്യമായും ഇതിൽ പ്രകടമാണ് എന്നുകൂടി നമുക്ക് കൃത്യമായി മനസ്സിലാവുകയും ബോധ്യപ്പെടുകയും ചെയ്യും. എന്നിട്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു പിന്നീട് പൊറുക്കലിനെ തേടുമെന്ന്. എന്താണ് ഈ പിന്നീട് എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചു. എന്നിട്ട് അവർ എല്ലാ മുഫസ്സിറുകളും തന്നെ പറയുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഇവിടെ പിന്നീട് എന്ന് പറയാൻ കാരണം? ഇമാം ബഗവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ പറഞ്ഞു, ഖാല അക്സറുൽ മുഫസ്സിരീൻ അഖറ ദുആ ഇല സഹർ, അത്താഴ സമയത്തേക്ക് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ദുആ നീട്ടിവെക്കുകയായിരുന്നു. വഹുവൽ വഖ്തുല്ലദീ യഖൂലുല്ലാഹു തആല ഹൽ മിൻ ദാഇൻ ഫഅസ്തജീബ ലഹു, എന്നോട് ദ്വാർക്കാൻ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഉത്തരം കൊടുക്കാമെന്ന് അല്ലാഹു തആല അവന്റെ അടിമകളോട് നിർദ്ദേശിക്കുന്ന ഒരു സമയമാണ് അത്താഴ സമയം. ആ അത്താഴ സമയത്തേക്ക് എന്ന് പറഞ്ഞാൽ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളെ സമയങ്ങളെ പരിഗണിക്കുന്നത് പ്രസക്തമാണ്. അതുകൊണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അങ്ങോട്ട് ദുആ ചെയ്യുന്നത് നീട്ടിവെച്ചതാണ് എന്ന്. അങ്ങനെ ഫലമ്മൻ സഹാ യാക്കൂബു ഇല മൗഇദി, നിശ്ചയം നേരത്തെ താൻ വാഗ്ദാനം ചെയ്ത സമയമെത്തിയപ്പോ ഖാമ ഇല സ്വലാത്തി ബിസ്സഹർ, അത്താഴ സമയത്ത് നിസ്കാരത്തിലേക്ക് എഴുന്നേൽക്കുകയും ഫലമ്മ ഫറഗ മിൻഹ, നിസ്കാരം കഴിഞ്ഞപ്പോൾ റഫഅ യദൈഹി ഇലല്ലാഹി അസ്സ വജല്ല, കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പറയുകയും ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ജസഇ അലാ യൂസുഫ് വഖില്ലത സബ്രി അൻഹു, പടച്ചോനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ എന്റെ പൊറുതികേടും എന്റെ ക്ഷമകുറവും എനിക്ക് നീ പുറത്തു തരണം. അതേപോലെ വഗ്ഫിർ ലി ഔലാദി, എന്റെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണം. മാ അതൗ ഇലാ അഖീഹിം യൂസുഫ, അവരുടെ സഹോദരൻ യൂസുഫിനോട് അവർ ചെയ്ത അതിക്രമം നീ അവർക്ക് പുറത്തു കൊടുക്കണം. ഇത് വളരെ വ്യക്തമാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് ചെയ്ത തെറ്റിന് യാക്കൂബ് നബിയോട് ക്ഷമാപണം നടത്തിയതല്ല ആര്, യാക്കൂബ് നബിന്റെ മക്കൾ എന്നുള്ളത്, മറിച്ച് യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് ചെയ്ത കുറ്റത്തെ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആയിലുള്ളത് എന്താ? വഗ്ഫിർ ലി ഔലാദി, എന്റെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണം. മാ അതൗ ഇലാ അഖീഹിം യൂസുഫ, അവരുടെ സഹോദരൻ യൂസുഫിനോട് അവർ കാണിച്ചു കൂട്ടിയ വിക്രിയകളൊക്കെ എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. അങ്ങനെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല അതെല്ലാം പുറത്തു കൊടുത്തു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു എന്ന് ഇമാം ബഗവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി പിന്നീട് പൊറുക്കലിനെ തേടാമെന്ന് പറഞ്ഞത് അത്താഴ സമയം മാത്രമല്ല, വെള്ളിയാഴ്ച രാവ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്നും മുഫസ്സിറുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആശൂറ മുഹറം 10 ദിവസത്തോടുകൂടി യോജിക്കുന്ന ആ ഉന്നത സമയം വരാൻ കാത്തിരുന്നു എന്നുമൊക്കെ പണ്ഡിതന്മാരിവിടെ രേഖപ്പെടുത്തുന്നുണ്ടെന്ന് ഇമാം ബഗവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഏതായാലും മഹാനരായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്യാമെന്ന് ഏൽക്കുകയും ദുആ ചെയ്യുകയും അള്ളാഹു തആല അവരുടെ ദോഷം പുറത്തു കൊടുത്തു എന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു തആല വല്ലാതെ ദോഷങ്ങൾ പൊറുക്കുന്നവനും അടിമകൾക്ക് മഹാകാരുണ്യം ചെയ്യുന്നവനുമാണ്. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളിൽ ചെന്നുപെട്ടവർ ഞാൻ എന്തായാലും നരകത്തിലേക്ക് തന്നെ എന്ന് നിരാശരായി വീണ്ടും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് സഞ്ചരിക്കുന്നതിന് പകരം എത്ര വലിയ കുറ്റം ചെയ്തവനും ഇനി അങ്ങോട്ട് എന്റെ റബ്ബ് സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കി ആ തെറ്റിൽ നിന്ന് പിന്മാറുകയും പശ്ചാത്താപ മനസ്ഥിതിയോടുകൂടെ പിന്നീടുള്ള ജീവിതമെങ്കിലും നന്നാക്കാൻ പരിശ്രമിക്കുകയും വേണം എന്ന് കൂടി ഇതിൽ നമുക്ക് പഠിക്കാനുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അള്ളാഹു നമുക്കതിൽ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.